നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. അവിടെയും ത്രികോണ മത്സരത്തിൻ്റെ സ്വരമാണ് നമുക്ക് കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും. അതായത് NDA സ്ഥാനാർത്ഥിയായി BJP പ്രതിനിധിയായി അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ എത്തിയതോടുകൂടിയാണ് അവിടെ ത്രികോണ മത്സരം ശക്തമാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ വന്നത്. സിറ്റിംഗ് MP ആൻ്റണി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇടത് ക്യാമ്പിൽ നിന്നും CPMൻ്റെ മുതിർന്ന നേതാവ് തോമസ് ഐസക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ മത്സരം പ്രചരണ രംഗത്ത് നിന്ന് നോക്കുമ്പോൾ കടുത്ത മത്സരം തന്നെയാണ് കാണാൻ കഴിയുന്നത്. നോക്കാം നമുക്ക് ഇപ്പോൾ എന്താണ് പത്തനംതിട്ട മണ്ഡലത്തിലെ സാഹചര്യമെന്ന്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരൂപകൻ ഫക്രുദ്ദീൻ അലി, കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി. ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക്. ഫക്രുദ്ദീൻ അലി, നമുക്കിപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ ആൻ്റണി, തോമസ് ഐസക് ഇവർ രണ്ടുപേരുമായിരുന്നു ആദ്യം പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വിലയിരുത്തൽ വന്നിട്ടുണ്ട്. ഐസക്കിൻ്റെ ബുദ്ധിജീവി രീതിയിലുള്ള ഇടപെടലുകൾ, അദ്ദേഹം യുവാക്കളെ സ്വാധീനിക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ജോബ് ഫെയർ അല്ലെങ്കിൽ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഐസക് കഴിക്കാനാണ് സാധ്യത. യു ആസ്ക് മീ ബൈ. നിയമസഭാ നിയോജകമണ്ഡലം എടുത്തു നോക്കും, എല്ലാം തന്നെ LDFൻ്റെ കയ്യിലാണ്. കോട്ടയത്താണെങ്കിലും ഈ പറയുന്ന പത്തനംതിട്ടയിലാണെങ്കിലും. ഇനി അതിൻ്റെ കൂടെ കഴിഞ്ഞ തവണ 20,000 വോട്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആൻ്റണി വീണ ജ്യോതിയും കൂടി തന്നെ. അന്ന് അവരുടെ കേരള കോൺഗ്രസ് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് പല മണ്ഡലങ്ങളിലും. കേരള കോൺഗ്രസ് അന്ന് ആരുടെ കൂടെ ആയിരുന്നു? UDFൻ്റെ കൂടെ. ഇപ്പം ആരുടെ കൂടെ? LDFൻ്റെ കൂടെ. പിന്നെ സിനം ഫാക്ടർ മുസ്ലിങ്ങൾ അത്യാവശ്യമുള്ള മണ്ഡലമാണ്. വലിയ മലപ്പുറം പോലെ ഒന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യമുള്ള മംഗളമാണ്. LDFന് അനുകൂലമായിട്ട് വരും. അപ്പം അപ്പോഴത്തെ ആൻ്റണി മറ്റേ ഇയാൾ അനിൽ ആൻ്റണി വന്നതുകൊണ്ട്. അപ്പം ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവിടെ LDFന് ഐസക്കിനാണ് സാധ്യത. പിന്നെ ഐസക്കിൻ്റെ ഈ വേഷം കെട്ടലും ശശി തരൂരിനെ പോലെ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷ കുറച്ചിലെല്ലാം കൂടിപ്പോകുമ്പോൾ നാട്ടുകാർ ഭ്രാന്തെടുത്ത് വോട്ട് തിരിച്ചു ചെയ്തെങ്കിലേ ഉള്ളൂ. പത്തനംതിട്ടയിൽ ഒരുപക്ഷെ ഐസക്ക് ജയിക്കുമായിരിക്കും. പക്ഷേ അത് നമ്മൾ വേറെ പല മണ്ഡലത്തിൽ ചില സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞ പോലെ ഐസക്കിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. അല്ലല്ല, ഇതുകൊണ്ട് പാർട്ടി വോട്ട് എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു ഓർത്തഡോക്സുകാരി ഒരു കത്തോലിക്കനും ഒരു തീയനായിരുന്നു മത്സരിച്ചത്. നമ്മൾ ജാതീയമായി പറയുകയാണെങ്കിൽ ഇത്തവണ മൂന്നും എനിക്കൊന്ന് പിന്നെ കത്തോലിക്കരാണ്. അല്ല, ലത്തീനാണ്. ലത്തീനാണ്, കത്തോലിക്കനാണ്. പക്ഷേ ലാറ്റിൻകാർ അവിടെ വളരെ കുറവാണ്. ആൻ്റണിയുടെ വിഭാഗമാണ് അവിടെ വളരെ ശക്തമായിട്ടുള്ളത്. സിറിയൻ ക്രിസ്ത്യൻസ് ക്നാനായ. പിന്നെ ഉള്ളത് പിന്നെ ഈ പറയുന്ന ആൻ്റണിയുടെ മകൻ സിറിയൻ ക്രിസ്ത്യാനി. എന്തിനാ കത്തോലിക്കനാണല്ലോ ആഫ്റ്റർ ഓൾ. ഒരുപാട് വിഷമമൊന്നും ഉണ്ടാവില്ല. അല്ല, ഈ സഭകളുടെ ഒരു പക്ഷേ ഇത് അവിടെ നിന്നുള്ള റിപ്പോർട്ട് നോക്കുമ്പോൾ BJPക്ക് ഒരു മേൽക്കൈയല്ല. അനിൽ ആൻ്റണിക്ക് കുറച്ച് പിന്നെ സ്വാധീനം കൂടുന്നുണ്ടെന്ന് റിപ്പോർട്ട് വന്നു. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അനിൽ ആൻ്റണി അങ്ങനെ വലിയ പിന്നെ ആൾക്കാരെ ആകർഷിക്കുന്ന പ്രസംഗം അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം അവിടെ സുരേന്ദ്രൻ കുറച്ച് വോട്ട് പിടിച്ചിരുന്നു. അല്ല, അന്ന് അങ്ങനെ ശബരിമലയുടെ കേന്ദ്ര 13%. സുരേഷ് ഗോപി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കൂട്ടി. 18% സുരേഷ് ഗോപി കൂട്ടി. നമ്മളെ ഇവർ 14% കൂട്ടിയിരുന്നു. ആര്? ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞവണ സുരേന്ദ്രൻ 13.5% സുരേന്ദ്രനും കൂട്ടുകയുണ്ടായി. ആ ഒരു വോട്ടിൽ ആ ഹിന്ദു വോട്ട്, അവിടെ ഒരു ഹിന്ദു സത്യത്തിൽ ഒരു ഹിന്ദുത്വവാദത്തിന് അത്യാവശ്യം പേരുള്ളൊരു സ്ഥലവും കൂടിയാണ്. പത്തനംതിട്ട ഇടയ്ക്ക് കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും. ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ടേൺ ഔട്ട് ഉണ്ടാവുകയും അവിടെ ഈ പറയുന്ന BJP വളരെ ശക്തമായി മുൻകാലഘട്ടത്തെക്കാളും മുന്നോട്ട് വരികയും ചെയ്തു. അത് സുരേന്ദ്രൻ ഗുണമായി പറയുന്നത്. സുരേന്ദ്രൻ ഗുണമെന്നല്ല, BJP സ്ഥാനത്ത് ഞാൻ നിന്നിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അവിടെ ആ വോട്ട് കിട്ടിയിരുന്നു. ഈ അനിൽ ആൻ്റണി എനിക്ക് മനസ്സിലാകാത്ത ഈ അനിൽ ആൻ്റണി ഇപ്പോൾ സുരേഷ് ഗോപിയാണ് ഒരു നല്ല മനുഷ്യൻ, നമ്മളെ എല്ലാം സ്വാധീനിച്ച സൂപ്പർ സ്റ്റാർ, ഇതൊക്കെ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരാണ് ബുദ്ധിരാക്ഷസൻ. അപ്പോൾ മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ഫലം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. എന്ത് കണ്ടിട്ടാണ് ഈ അനിൽ ആൻ്റണിക്ക് ആളുകൾ സപ്പോർട്ട്? എനിക്കത് ഇപ്പോഴും അത് ദഹിച്ചിട്ടില്ല. അല്ല, അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ പോലും അത് അത്ര കണ്ട് അല്ലേ നമുക്കൊരു PC ജോർജിന്റെ മകൻ അവിടെ എത്തുമായി എന്നാണ് നമുക്ക്. PC ജോർജ് ആണ് മത്സരം. കാരണം ഗ്രാസ് റൂട്ട് ലെവൽ സ്വാധീനമുണ്ട്. ഈ അനിൽ ആൻ്റണി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മൂപ്പരെ നാവിൻ്റെ പ്രശ്നം കൊണ്ടാകും. കുറച്ച് ഒരു ലിമിറ്റ് ഉണ്ട് നാവ് ഉപയോഗിക്കുന്നത്. നാവ് ഉണ്ടെങ്കിൽ അടിച്ച് കണ്ടമാനം ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് മൂപ്പർക്ക് പറ്റിയത്. പക്ഷേ മകനാക്കാമായിരുന്നു, നല്ല പയ്യനല്ലേ. പിന്നെ ഈ അനിൽ ആൻ്റണി ആ സ്ഥലത്ത് എത്രമാത്രം പ്രസൻസ് ഉണ്ടായിരുന്നോ എനിക്ക് സംശയമാണ്.
അല്ലെ സുരേഷ് ഗോപിനെ അല്ലെ രാജീവിനെ പറയുമ്പോൾ ഈ ഒരു സംഭവമില്ല. എന്നിട്ട് അനിൽ ആന്റണിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നെങ്കിൽ കിട്ടുന്നെങ്കിൽ ഇനി ആന്റണി ആ നമ്മൾ ആറ്റിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ശക്തമായ ഒരു BJPക്ക് വലിയ അടിത്തറയുള്ള പടിയായിട്ട് അല്ല BJP നേരെ അടുത്ത ഒരു വരാൻ സാധ്യത. സ്ഥലമാണ്. കോൺഗ്രസ് ഡെസിമേറ്റ് ചെയ്താൽ പത്തനംതിട്ട നേരെ അമ്പത്തേക്ക് പോകും. കാരണം പത്തനംതിട്ടയിലുള്ള നായന്മാരൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം ക്രിസ്ത്യാനി, അവർക്ക് ക്രിസ്ത്യാനിക്ക് ചിലപ്പം CPM ആകാൻ പറ്റും, അവിടെയുള്ള നായസിനൊന്നും CPM ആകാൻ പറ്റില്ല. അത് അത്രയും വൈരവും പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണ്. അത് നേരെ BJPയിലേക്കാണ് പോവുക. അങ്ങനെ BJPക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. കോൺഗ്രസ് ഡെസിമേറ്റ് ചെയ്യണം. പക്ഷേ ഈ ആന്റണിയുടെ ആന്റണിക്ക് എങ്ങനെ വോട്ട് ചെയ്യും? എന്തിനു വോട്ട് ചെയ്യണം അനിൽ ആന്റണി ഈ അനിൽ ആന്റണിക്ക്? അപ്പോൾ അനിൽ ആന്റണി തന്നെ സ്റ്റാൻഫോർഡ് പഠിച്ചു. എനിക്ക് അയാളുടെ പ്രസ്താവന കേട്ടാൽ അയാളെക്കാട്ടും നന്നായിട്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഞാൻ സ്റ്റാൻഫോർഡിലും പഠിച്ചു. ഞാൻ പരമാവധി JNUവിലേ പോയിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വരെ പഠിച്ചുകൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അതാണ് മാത്രമേ അതുകൊണ്ടാണ് ഈ വോട്ട്. പിന്നെ ആളുകൾ ഐസക് അതിൽ നന്നായി ഇംഗ്ലീഷ് അറിയും. ഐസക്കിന് അത്യാവശ്യം ഹിന്ദി അറിയാം. ഐസക്കിന് സ്റ്റാൻഫോർഡ് പഠിച്ച ഇടയ്ക്ക് പുറത്തും പോയി പഠിച്ചിട്ടുണ്ട്. JNU പഠിച്ചിട്ട് പുറത്തു പോയി പഠിച്ചിട്ട് ടീച്ചറായിരുന്നു. അപ്പോൾ ഐസക് അല്ലേ കുറച്ചുകൂടി നല്ലത്? ഈ ആന്റണിയെ സമുദായക്കാരൻ നാട്ടിലുണ്ട്. ആന്റണി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ കല്യാണ പരിയിലൊക്കെ ആന്റണി എത്താറുണ്ട്. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ എന്താണ് ഈ പിന്നെ BJPക്കാരും പറയുന്നത് ഭയങ്കര തരംഗമാണ്. LDFന് വിജയസാധ്യതയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു. ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ പറഞ്ഞു, പത്തനംതിട്ട പറഞ്ഞു, ഇപ്പം ശൈലജ ടീച്ചറെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ CPMന്റെ കണക്കൂട്ടൽ എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ മണ്ഡലമായിട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കൂട്ടിയ മൊത്തം ഈ പിന്നെ ഭൗതികമായ സാഹചര്യങ്ങളാണ്. അതാണ് നമ്മളെ ബേസിസ്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ വന്നിട്ടുള്ള റിഫ്ലക്ഷൻസ്, ഇതാണ് നമ്മുടെ ചർച്ചയുടെ ക്രൈറ്റീരിയ. അതിൽ ഇമോഷണൽ കണ്ടന്റ് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കാരണം മലയാളി ഇപ്പം നന്ദി കാണിക്കുന്നവനായി, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ LDFന് മേൽക്കൈ ഉണ്ടാവും. പിന്നെ കോൺഗ്രസ് ഡെസിമേറ്റ് ഈ പാർട്ടി വളരെ ഇല്ലാതായി. ഈ പാർട്ടി പലപ്പോഴും ശരിയാണ്. ദേശീയ തലത്തിൽ സംഭവിച്ച പിന്നെ അപജയം കേരളത്തിൽ മുമ്പേ സംഭവിച്ചു. എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക ഞെരുക്കം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റിയ ഒരാൾ ആണ് തോമസ് ഐസക്. പക്ഷെ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ. അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ ഇതിലും വലിയ ബുദ്ധി. അതാണ് പ്രശ്നം. ഇവിടെ അതൊക്കെ നടക്കുന്നു. അവിടെ നിങ്ങൾ കണ്ടാലോ ഓരോരുത്തർ പോയി പറയുമ്പോഴേക്കും അവർ തിരിച്ചടിക്കുന്നത്. ഈ പത്തനംതിട്ടയിൽ മാത്രമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയിൽ വരുന്ന വിഷയങ്ങൾ വല്ലതും ഉണ്ട്? പത്തനംതിട്ടയിൽ ഈ പറയുന്ന കർഷകരുടെ വിഷയങ്ങൾ പിന്നെ ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നം അവിടെ ആ രീതി എഫക്റ്റഡ് അല്ലെങ്കിൽ പോലും ഒരുപാട് കാടൊക്കെ ഉള്ള പ്രദേശമാണ്. പിന്നെ ശബരിമല ഉള്ളതുകൊണ്ട് അവിടെ നല്ല റോഡുകൾ, മെയിൻ റോഡൊക്കെ കൊള്ളാം. ഉണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു പല മണ്ഡലത്തിലും ഉള്ളതുപോലെ ഒരു വിഷയം കേന്ദ്രീകരിച്ച പ്രചരണം എന്നുള്ളൊരു സംഭവം പ്രത്യേക വിഷയം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ രാഷ്ട്രീയം, സമകാലിക രാഷ്ട്രീയം തന്നെ വ്യക്തികളുടെ പ്രത്യേകതയും രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സമുദായത്തിനും ഒരു പങ്കുണ്ടെന്ന് തോന്നുന്നു. സമുദായത്തിന് അവിടെ കോളനികളുണ്ട്, അല്ലേ? ഈ കോളനികൾ കൃത്യമായി വോട്ട് ചെയ്യും. പിന്നെ NRIs ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. വ്യക്തികളുടെ പ്രഭാവം NRIs പിന്നെ നായർ കമ്മ്യൂണിറ്റിക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ്. ഇതെല്ലാം ഒരു ഫാക്ടറാണ് ഈ വോട്ട് അങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പോൾ അവിടെ ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ കോന്നി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈഴവ കമ്മ്യൂണിറ്റിയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ രാജു എബ്രഹാം സജീവമായിട്ടുണ്ടോ ഈ പ്രചരണ രംഗത്ത്? കാരണം അദ്ദേഹം രാജു ആയിരുന്നു അവർക്ക് ഏറ്റവും നല്ല സ്ഥാനം. നാട്ടുകാരനും കനായ കമ്മ്യൂണിറ്റിയും ഒക്കെ ആയതുകൊണ്ട് രാജു ഉണ്ടാവും. CPM അല്ലേ, ഇല്ലെങ്കിൽ പണി കിട്ടില്ലേ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവലോകനം ഉണ്ടാവും. സഖാവ് ബോധപൂർവം OFP എന്ന് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയതിന് പേര് കമ്മിറ്റി ഇല്ല, കമ്മിറ്റിയില്ല, അവസാന കമ്മിറ്റിയില്ല, തൊട്ടടുത്ത കമ്മിറ്റി തരം താത്തു. ഓക്കെ. പിന്നെ BJP പോയി ചേരാൻ സാധ്യതയൊന്നുമില്ല. ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് രാജു അങ്ങനെ ഒരു അവധം കാണിക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഈ ശബരിമല എയർപോർട്ട് അല്ലെങ്കിൽ ആറന്മുള എയർപോർട്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ശബരിമല ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ CPMന് ഗുണമായിട്ട് അല്ല, വികസനം അത് CPMനും കേന്ദ്ര ഗവൺമെൻറ് ഒരേപോലെ ഗുണം ചെയ്യുമല്ലോ. എയർപോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ശബരിമല വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതെല്ലാം അവിടെ ചർച്ചയിലുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കൃത്യമായൊരു പൊളിറ്റിക്കൽ വിഷയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് ഈ തമിഴ്നാടും ഹൈ റേഞ്ചസും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് മല ഇറങ്ങി വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. ഈ പത്തനംതിട്ട വഴിയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഇറങ്ങുന്നത്. നേരെ അതിൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. പത്തനംതിട്ട വഴി വരുന്നു, അടൂർ വന്ന് അടൂർ കൊല്ലത്തെത്തുമ്പോൾ പിടിക്കുന്നത്, മിക്കവാറും കൊല്ലം വഴി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പിടിക്കുന്നത്. ഈ റൂട്ട് നോക്കിയാൽ മതി, പോലീസുകാർ പറഞ്ഞു തരും. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഈ അവിടെയുള്ള ക്രിസ്ത്യൻസൊക്കെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഗൾഫിലൊക്കെ പോയി, ഗൾഫിലും ലോകത്തെ പല രാജ്യങ്ങളും പോയി അവിടെ സെറ്റിൽഡായ ആളുകൾ, അവർ എക്സ്ട്രീംലി റിച്ചുമാണ്. എല്ലാ ക്രിസ്ത്യൻസും നല്ല പങ്കും. പക്ഷേ അവിടെയുള്ള ഈ പറയുന്ന ഹിന്ദുസിൻ്റെ സ്ഥിതി അത്ര നല്ല, മോഹൻലാലൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ആളാണ്, മോഹൻലാൽ അമ്മയച്ഛനൊക്കെ വിചാരിച്ചിട്ട് ഹിന്ദുസിൻ്റെ സ്ഥിതി അത്ര ഭേദമൊന്നുമല്ല. അവിടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്, പിന്നോക്കാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ആ മണ്ഡലത്തിനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ ഈ ആറ്റിങ്ങളെ പറ്റി പറഞ്ഞതുപോലെ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. അവിടെ നമ്മൾ റെസ്പോൺസിബിൾ ആണ് അവിടുത്തെ ജനപ്രതിനിധിയെങ്കിൽ. കാരണം അവിടെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, നരബലി നടന്ന സ്ഥലമാണ്. മുമ്പ് പത്തനംതിട്ട അറിയപ്പെട്ടിരുന്നത് മോഹൻലാലിൻ്റെ ജന്മനാട്, ശബരിമലയുള്ള പ്രദേശം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ, മന്നം മത്സരിച്ച സ്ഥലം എന്നൊക്കെ ആയിരുന്നെങ്കിൽ, ഇന്ന് അറിയപ്പെടുന്നത് നരബലിയുടെ പേരില്ല. പിള്ളേർ നരബലിയുള്ള സ്ഥലമല്ലേ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരം BJPക്ക് കിട്ടുകയും
പിന്നെ കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിൽ നിന്ന് ഒരു 5-6 സീറ്റിലേക്ക് LDF മാറുകയും 5-6 10. അതിന് പുറത്ത് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ അത് 10 കുടുംബം. രണ്ട് കാര്യം. ഒന്ന്, തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ഒക്കെ കുറേ കൂടെ നേതാക്കളുടെ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് LDFന് ഈ വിജയം ഒരു പിടിവള്ളിയാണ്. ഈ വിജയം വെച്ചുകൊണ്ട് നിയമസഭാ ഇലക്ഷനിലും കൂളായിട്ട് നേരിടുകയും കൂളായിട്ട് ജയിക്കുകയും ചെയ്യുകയും കോൺഗ്രസിൽ നിന്ന് ഇപ്പം മോഡി ഭയങ്കര ഫാസിസ്റ്റാണ്, ജനാധിപത്യ അപകടത്തിലാണ്, മുസ്ലിങ്ങളുടെ ഭാവി പ്രശ്നത്തിലാണ്, ന്യൂനപക്ഷങ്ങൾക്ക് അതിക്രമം നടക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്നാണ് മോഡിയുടെ കാലിൽ വീഴുന്നത് നമ്മൾ കാണേണ്ടതായിട്ട് വരും. അതാണ് ഒരു കാര്യം. CPM കംഫർട്ടബിൾ ആവും. പക്ഷേ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ BJP സ്വാഭാവികമായിട്ട് ഒരു 10 അതിൽ കൂടുതൽ സീറ്റുകൾ നേടും. അതോടുകൂടി അതിൻ്റെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കൈപ്പത്തിയിൽ പിണറായി വിജയനും അതുപോലെ തന്നെ അരിവാളിൽ പിന്നെ നമ്മുടെ സതീശനും വോട്ട് ചോദിക്കുന്നത്, അതിന് വേണ്ടി വോട്ട് വയ്ക്കുന്നത് നമ്മൾ കാണേണ്ടതായിട്ട് വരും. ആ രീതിയിൽ മാറ്റങ്ങൾ വരും. അത്രയും മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് പിന്നെ അടിത്തറവാകുന്നൊരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും. ഒന്ന്, കേരളത്തിൽ പല മണ്ഡലങ്ങളിലും BJP പിന്നെ അവർ പല തെരഞ്ഞെടുപ്പ് 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം. കോൺഗ്രസിന്റെ അപജയത്തിന്റെ അടുത്ത ഘട്ടം. അല്ല, കോൺഗ്രസ് ഈ ഇലക്ഷൻ അങ്ങ് ജയിച്ചാൽ പോലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇതൊരു ഗ്രാസ് റൂട്ട് ലെവൽ പ്രസ്ഥാനം ഇല്ലാന്ന്. CPMന്റെയും അസലുകൊണ്ട് അവർക്കെതിരെയുള്ള വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് വന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മുസ്ലിം വോട്ടുകൾ, ഇപ്പം മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ പോയി, ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല രീതിയിൽ പോയി. അപ്പോൾ അതിന് CPM ആണ് ഇപ്പോൾ മസിലൊക്കെ ഭയങ്കരമായി ചുരുക്കുക. സഭയ്ക്കാരുണ്ടാക്കുന്ന പ്രശ്നം മസിലൊന്നും CIT-ക്കാരിപ്പോൾ വലിയ മസിലൊന്നും ഇല്ല. രണ്ടാമത് BJP-ക്കാരെന്തെങ്കിലും കോൺഗ്രസിൻ്റെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് CPM വോട്ട് മാസം ചെയ്യും. പണ്ട് BJP-ന് വോട്ട് വരുമ്പോൾ ഇലക്ഷൻ മേടിക്കായിരുന്നു. അന്ന് മാരാർജി അക്കാലത്തെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം എന്ത് ചെയ്തു? CPM വേണ്ടാന്ന് പറഞ്ഞാലും BJP-ക്കാർ അങ്ങോട്ട് പോയി വോട്ട് ചെയ്യും. എന്താണ്? എങ്കിലേ കോൺഗ്രസ് നശിക്കുള്ളൂ. ഇപ്പം മരിക്കുകയും ജീവിക്കുകയും ചെയ്യാതെ കോൺഗ്രസ് ഇങ്ങനെ കിടക്കുന്ന കാലത്തോളം BJP-ക്ക് ഈ കട്ടിലിൻ്റെ അപ്പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ. കോൺഗ്രസ് തീർന്നാൽ അവർക്ക് ആ കട്ടിലേക്ക് അത് കിടക്കാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പോൾ പലരും ഈ BJP-ലേക്ക് പോകും എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ മക്കളുടെ പേര് പോലും ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അവരിപ്പോൾ ഉമ്മൻചാണ്ടി ആൻഡ് ഫാമിലി ഇന്ത്യയിലുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നി. പിന്നെ മാത്രമല്ല അവരിപ്പോൾ പ്രചരണത്തിൽ ശക്തമായിട്ട് ഉമ്മൻചാണ്ടിയുടെ പെമ്മക്കളൊക്കെ ആണെങ്കിൽ തന്നെ അവർ ഓരോ ബിസിനസ് ഒക്കെ വളരെ രാഷ്ട്രീയമായി അങ്ങനെ മുൻകൂട്ടി രാഷ്ട്രീയത്തിലുള്ളത്. ചാണ്ടി അങ്ങനെ വിട്ടുവന്നിരിക്കുന്നത്. ചാണ്ടി മിക്കവാറും എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോൺഗ്രസിന്റെ ഒരു കഷ്ണം അവിടെ കിടക്കും. ഒരു കേരള കോൺഗ്രസ് ആയിട്ട് LDF കിടക്കും. അപ്പം അതിന്റെ ഒരു നേതാവൊക്കെ ആയിട്ട് മന്ത്രിയൊക്കെ ആയിട്ട് ചാണ്ടി ഇപ്പം നല്ല പയ്യനാണ്. അപ്പോൾ മാറ്റത്തിൻ്റെ തുടക്കം നേരത്തെ കണ്ടു. പക്ഷേ അത് ഇനി അങ്ങോട്ട് സ്ട്രോങ് ആയി കാണും. പത്തനംതിട്ടയിൽ ഇപ്പോൾ എന്തായാലും 3ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയാണോ BJPക്ക് ഉള്ളത്? ഇപ്പം 3ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും. അത് എനിക്ക് മനസ്സിലായില്ല ഇവരെന്ത് അടിസ്ഥാനത്തിലേക്ക് കണക്കൂട്ടി പറയുന്നത്. ഒരു ലോജിക്കലായിട്ടുള്ള പാരാമീറ്റർ വെച്ചിട്ടും ആൻ്റണി അവിടെ ഉണ്ടല്ലോ. പിന്നെന്തിനാ ഈ അനിൽ ആൻ്റണിക്ക് വോട്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ KSUവിൻ്റെ പുതിയ പയ്യന്മാരുണ്ട്. അവരെ ആൻ്റണിയൊക്കെ എങ്ങനെയായിരുന്നു KSUവിലുണ്ടായിരുന്ന സമയത്ത് അതുപോലെ അവരെ വളർത്തിക്കൊണ്ടുവരും നിരന്തര സമരസജ്ജരാക്കി നിർത്തുകയും വേണം. പോലീസിനെ കണ്ടാൽ പേടിക്കുന്നവരായിരിക്കരുത്. ഓൺലൈനിലൊക്കെ പോയി വെറുതെ ആളുകളെ ജയശങ്കർ സാറിനൊക്കെ തന്തയ്ക്ക് വിളിക്കുന്നത് എതിര് പറഞ്ഞാൽ ആ പരിപാടി നിർത്തി ക്രിയാത്മകമായിട്ട് CPM അടുത്തുപോലെ ക്രിയാത്മകമായ വിമർശനങ്ങളിലേക്ക് പോകണം. നല്ല വനിതാ നേതാക്കന്മാർ ഈ പെൺകുട്ടികളുടെ ഇടയിലുണ്ട്. അവർ KSUവിലൊക്കെ അവർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ട് അവരെ ജയിപ്പിച്ചെടുക്കണം. പിന്നെ ഈ സാമുദായിക സംഘടന, ഇപ്പം വെള്ളാപ്പള്ളിയായിട്ട് നല്ല ബന്ധമല്ല, വെള്ളാപ്പള്ളിയായിട്ട് എടുക്കാൻ ശ്രമിക്കണം. ക്രിസ്ത്യൻ സമുദായ സംഘടനയും മുസ്ലിം സമുദായ സംഘടനയും വിശ്വാസം ആർജിക്കാൻ പറ്റണം. അതേസമയം തന്നെ ഈ വിശ്വാസം ആർജിക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ഷമാ മുഹമ്മദ്, ഷെമക്കിനെ പോലെ ഒരു ആളെ കിട്ടിയ നിങ്ങൾ കാൻഡിഡേറ്റ് ആക്കണം. അതൊരു മെസ്സേജാണ്. പിണറായി വിജയൻ ചെയ്യല്ലോ. പിണറായി വിജയൻ ഇവരൊക്കെ കമ്പനിയാണ്. പക്ഷേ ഇപ്പം ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം, അവരെതിരാന്ന് തോന്നിയാൽ പക്ഷേ പാർട്ടിക്ക് അത് അസറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ അയാളെ സ്ഥാനാർത്ഥിയാക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ മൊത്തം ഒരു ടോട്ടൽ കൈമാവ് ചെയ്താൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെട്ടുള്ളൂ. അല്ലാതെ സുധാകരനെ മാറ്റി പ്രതാപനെ കൊണ്ടുവന്നിട്ടോ പ്രതാപനെ മാറ്റിയിട്ട് മറ്റേ നമ്മുടെ ഇയാളെ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നുകൊണ്ടോ ഒരു മാറ്റമില്ല. അവർ പുതിയൊരു ഭാവുകത്വം പാർട്ടിക്ക് പ്രദാനം ചെയ്യണം. ഈ പറയുന്നത് പോലെ ജനങ്ങളെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റണം. ഇനി വല്ല KSUക്കാരനെ അടിക്കാൻ വന്നാൽ കൃത്യമായി തിരിച്ചടിക്കാൻ പറ്റണം. അല്ലാതെ നമുക്കെങ്ങനെ നിൽക്കാൻ പറ്റുക? അതെ, അങ്ങനെയാണ്. അതാണ് ആ ഒരു സാഹചര്യം മാറേണ്ടത്. പിന്നെ BJPയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലും സ്വന്തം പാളയത്തിൽ ഉള്ള കുത്തൽ, അതാണ് അവരുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നു. അപ്പോൾ അത് BJP കേന്ദ്ര നേതൃത്വത്തിന് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഏത് തരത്തിലുള്ള മാറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റം, കാതലായിട്ടുള്ള മാറ്റം BJP സംസ്ഥാന ഘടകത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്? കാരണം കേന്ദ്ര നേതൃത്വം വളരെ ക്രിയേറ്റീവായിട്ടും വളരെ ആർജവത്തോടു കൂടിയും പല സ്ഥലങ്ങളിലും ഒരു അറ്റാക്കിംഗ് മോഡിലാണ് അവർ. ഒരിക്കൽ പോലും ഒരു ഡിഫൻസീവ് മോഡിലേക്ക് പോകുന്നില്ല. എവിടെയാണെങ്കിലും
പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നടപടികൾ പലപ്പോഴും കാണുമ്പോൾ അങ്ങോട്ട് ഫലിക്കുന്നില്ല. മോഡി 2014 പ്രധാനമന്ത്രി ആയതിനു ശേഷം കേരളത്തിൻ്റെ കാര്യത്തിൽ അവർ എടുത്തതെന്ന് വെച്ചാൽ വലിയ എഫേർട്ട് എടുക്കണ്ട, ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ പരമാവധി റിസൾട്ട് ഉണ്ടാക്കുന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോട്ട് UDF കൊടുക്കുന്ന പരിപാടി അവർ നിർത്തി. LDF വേണ്ടാന്ന് പറഞ്ഞാൽ അവർ LDFകാർക്ക് അവിടെ പോയിട്ട് ഇവരെ വോട്ട് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ ഇവർ പോയി വോട്ട് ചെയ്ത് LDF ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അതോടുകൂടി കോൺഗ്രസ് പതുക്കെ ഇല്ലാതായിക്കോളും. അധികാരം ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പതുക്കെ അങ്ങ് തീരട്ടെ എന്നുള്ള പരിപാടി അവർക്ക് എനിക്ക് ഒരു 15 വർഷത്തെ പ്ലാനോ മറ്റാണ് ഉള്ളത്. അതവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഇടയ്ക്ക് സിംഹം എന്താണ് പിന്നെ മനുഷ്യൻ്റെ ചോരയുടെ രുചി വന്നാൽ പിന്നെ മനുഷ്യനെ തേടി പോകുന്നത് നമ്മൾ പറയാറില്ലേ. അതുപോലെ ഇടയ്ക്ക് ചില BJPക്കാർ ഈ ഫണ്ടൊക്കെ വന്നപ്പോൾ അവർക്ക് അതിൻ്റെ ചില മോഹാത്സല്യവും എന്താ പറയുക മോഹഭംഗങ്ങളും ഒക്കെ മാറിയിട്ട് അവരെന്ത് ചെയ്തു, ഇതിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയെന്ന് അധികാരം കൂടുതൽ കിട്ടിയാൽ കൂടുതൽ പണം കിട്ടുമെന്ന് തോന്നിയുകൊണ്ടായിരിക്കാം പരസ്പരം പാര വെക്കുന്ന പരിപാടികൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്പരം റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ അത്തരം ചർച്ചകൾ വന്നിട്ടുണ്ട്, ഇവർ പരസ്പരം ഭരിക്കുന്നു എന്നുള്ള ചർച്ചകൾ. ഇതെല്ലാം അവരുടെ സെൻട്രൽ ലീഡർഷിപ്പ് നോക്കി കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഓൾറെഡി ഇവിടെ ഒരു പ്ലാൻ എ ഉണ്ട്. ഈ പ്ലാൻ എ ഓക്കെ ആയി കഴിഞ്ഞാൽ പ്ലാൻ ബി നടപ്പിലാക്കുള്ളൂ. അത് ഇവിടുത്തെ നിലവിലുള്ള ലീഡർഷിപ്പിനെ മാറ്റിയിട്ട് കഴിവ് തെളിയിച്ച, വെറുതെ നല്ല മുദ്രാവാക്യം വിളിച്ച് കഴിവ് തെളിയിക്കുന്നതല്ല, ജനങ്ങളിൽ വിശ്വാസം നേടിയെടുക്കാൻ പറ്റിയ ആളുകൾ. അതാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി, ഈ ജയിച്ചു വരുന്ന ആളുകൾ, സുരേഷ് ഗോപിനെ പോലുള്ള ആളുകൾ, രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഇവരെ വെച്ചുകൊണ്ട് പുതിയൊരു ലീഡർഷിപ്പ് ഉണ്ടായിക്കൊണ്ട് ഞാനിപ്പം പറഞ്ഞതുപോലെ നാളെ സന്ദീപ് വാചസ്പതിനെ പിന്നെ നേതാവായി സംസ്ഥാന പ്രസിഡന്റാക്കാൻ BJPക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ആരും ചോദിക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ലീഡർഷിപ്പിനെ കൊണ്ടുവന്ന് അവരുടെ അണ്ടറിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താം. പിന്നെ ഈ മുതിർന്ന ആളുകളൊക്കെ ആ സമയമാകുമ്പോഴേക്ക് അവരെ വലിയ രാജ്യസഭയിലേക്ക് അയക്കുന്ന ഈ രീതിയിൽ സീറ്റുകൾ ഒരുക്കുന്നുണ്ട്, അവരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യും. അങ്ങനെ പ്ലാനാണ് BJPക്ക് എനിക്ക് തോന്നുന്നത്. പക്ഷേ BJPയുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം മൈനോറിറ്റി കമ്മ്യൂണിറ്റീസാണ്. ഇന്ത്യയിൽ എവിടെയില്ലാത്ത രീതിയിൽ പകുതി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് വോട്ടേഴ്സ് ആയിട്ടുള്ള സ്ഥലമാണ് കേരളം. അതിൽ ക്രിസ്ത്യൻസിന് ഇവരുടെ മുസ്ലിംസിനുള്ള അത്ര പേടിയില്ല പോലും പല സംഭവങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ അവർക്ക് 1 by 1 ആയിട്ട് പരിഹരിക്കാൻ പറ്റണം. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസം ആർജിച്ചെടുക്കേണ്ട വലിയൊരു ജോലി തന്നെയുണ്ട്. അത് മനസ്സ് ഭരണമൊക്കെ കിട്ടി കുറച്ച് കഴിയുമ്പം ഈ മുസ്ലിംസിനോട് ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞ പോലെ ഹോസ്റ്റിലിറ്റി BJPക്ക് RSSന് ഇല്ല എന്ന് അവർക്ക് പ്രവൃത്തി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാറും. ഇപ്പോൾ എപ്പോഴാണ് ഓർമ്മ വന്നത് ഈ SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചു? അത് കോൺഗ്രസ് UDFൻ്റെ ശത്രുക്കളുടെ പണിയാന്ന് തോന്നുന്നു. ചിലപ്പം BJPക്കാരായിരിക്കും പറയിപ്പിച്ചത്. അവരുടെ PF അതിൻ്റെ പല നേതാക്കന്മാരുടെ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കുറച്ചാളുകളെങ്കിലും ഇവർക്ക് വോട്ട് ചെയ്യാതെ എന്നാൽ PF അതിൻ്റെ വോട്ട് മേടിക്കുന്നവരെ വോട്ട് കണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഇവരെപ്പോഴാണ് കോൺഗ്രസിനൊക്കെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഇവർ ബേസിക്കലി കോൺഗ്രസിനൊക്കെ എതിരാണ്. അവർക്ക് അവരുടേതായ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉള്ളത്. ഇത് കോൺഗ്രസിന്റെ സാധ്യതകൾ എന്തെങ്കിലും സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി ഈ പത്രസമ്മേളനം നടന്ന അല്ലെ രഹസ്യമായി ചെയ്താൽ പോലെ. PFI എന്ന് വെച്ചാൽ RSS പോലെ കൃത്യമായിട്ടുള്ള നെറ്റ്വർക്കുള്ള ആളുകളാണ്. വളരെ കൃത്യമായ നെറ്റ്വർക്കുള്ള ആളുകളാണ് അത് PFIക്കാർ. അപ്പോൾ ഈ PFIക്കാരൻ എന്തിനാണ് പത്രസമ്മേളനം വിളിക്കുന്നത്? അവർക്കൊരു ഒറ്റ മെസ്സേജ് മതി, ശരിയാണ്, കൃത്യം മെസ്സേജ് എത്തും. അപ്പോൾ അത് കോൺഗ്രസിനെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന CPMൻ്റെ വരാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. CPMൽ ഇന്ന മാറ്റം വരും. പക്ഷേ CPM ബംഗാൾ പോലെയോ ത്രിപുര പോലെയോ കേരളത്തിലും ആകരുത് എങ്കിൽ എന്ത് മാറ്റമായിരിക്കണം അതിൽ വരേണ്ടത്? അല്ല, അത് ഓൾറെഡി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ പഴയ BSൻ്റെ കാലത്തെ പോലുള്ള കടുംപിടുത്തങ്ങളായിരുന്നു. BS കുറച്ച് കടുംപിടുത്തുണ്ടായത് സത്യമാണ്. പക്ഷേ BS ജനകീയനായിരുന്നു. അവിടുത്തെ നേതാക്കന്മാർ ജനകീയരായിരുന്നു. ആ ജനകീയരായ ഈ കടുംപിടുത്തം മാറി ബുദ്ധദേവ് ഭട്ടാചാര്യ വന്ന് വലിയ രീതിയിൽ റിഫോംസ് കൊണ്ടുവന്നപ്പോൾ അതേപോലെ BSനെ പോലെയുള്ള ആളുകൾ, ജനകീയരായ ആളുകളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ എന്ത് ചെയ്തു? ഈ വ്യവസായങ്ങൾക്കെതിരെ അവർ രംഗത്ത് വരികയും ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെതിരെ രംഗത്ത് ഈ സ്വന്തം പോലീസുകാർ അവരെ ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തപ്പോൾ അവരെതിരായി. അപ്പം ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിണറായി വിജയൻ്റെ അണ്ടറിൽ പാർട്ടി ഓൾറെഡി മാറിയിട്ടുണ്ട്. അതാണ് ഇവിടെ നമുക്ക് വല്ല ചില കാര്യങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ബിസിനസ് ഫ്രണ്ട്ലിയാണ് ഇപ്പോഴത്തെ പാർട്ടി. പണ്ടത്തെ പോലെ ഈ CIT-കാരൻ കിടന്ന് ആടിയിട്ട് കൂലിയൊന്നും മേടിക്കുന്നില്ല. പിണറായി വിജയൻ അത്തരം കാര്യം സ്ട്രിക്റ്റാണ്. പിന്നെ കുറേയൊക്കെ ബിസിനസ് ഫ്രണ്ട്ലിയാണ്. വളരെ അപൂർവമായിട്ടാണ് പിന്നെ പാർത്തൻ്റെ തളിപ്പറമ്പിലുള്ള പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അപ്പം കൊല്ലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയ CPMമാരല്ല. ഒത്തിരി ബിസിനസ് ഫ്രണ്ട്ലിയാണ്. പിന്നെ സാബുവിനെ പോലുള്ള ചില ആളുകളായിട്ട് ഫ്യൂഡ് ഉണ്ട്. അതൊക്കെ അവർ മാറ്റും തോന്നുന്നു. എങ്കിലും CPM ഒരുപാട് മാറി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബൂഷ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. പിന്നെ അവർ ഇപ്പോൾ യുവാക്കളെ പിടിക്കാൻ വേണ്ടി പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു SFIൻ്റെ ക്യാമ്പിലൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മറ്റേ പാട്ടുണ്ടല്ലോ KPSC മാരിവില്ലിൻ തേന്മലർ. അപ്പം ഞാനിതൊക്കെ കണ്ട് പാന്തെടുത്ത ദിവസം വന്ന് എടാ വല്ല ശുക്രിയേറ്റാൻ വെക്കും. അപ്പം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ SFIൻ്റെ ഇതിനൊക്കെ പോയി നല്ല സിനിമ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലാഷ് മോബിന് മറ്റേ
ധൂമിലെ പാട്ടാണ് ധൂമ ചാലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പക്ഷേ ഇപ്പൊ തന്നെ പറഞ്ഞ ഈ പണ്ടൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ SFIൻ്റെ ഒക്കെ പിള്ളേർ വനിതാ നേതാക്കന്മാർ ഒരു ഒരു എന്താ വളരെ വില കുറഞ്ഞൊരു സാരിയെ കൊടുത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, ചുരിദാറൊക്കെ. ഇപ്പം നിങ്ങൾ കണ്ടോ എന്ത് ഒരുങ്ങി നല്ല ന്യൂ ജനറേഷനായി നടക്കുന്നു. അപ്പോൾ അതൊക്കെ പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട്. പക്ഷേ ആ മാറ്റം മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് പണ്ട് ബൗദ്ധിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന നേതാക്കളാണ് SFIക്ക് ഉണ്ടായിരുന്നത്, DYFIക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ്. അല്ല, അടിച്ച് കൊല്ലുന്നവരും രക്ഷാപ്രവർത്തനം ഇന്നും ഇന്നലെ തുടങ്ങിയാണ് പാർട്ടി, മുമ്പ് നടത്തിയിട്ടുണ്ടല്ലോ. അല്ല, പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഭയങ്കര കോളേജിൽ എത്ര കാലം രക്ഷാപ്രവർത്തനം നടക്കാൻ? അത് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഒതുങ്ങി നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കോളേജുകളിലേക്കും അത് വ്യാപകമായി. മറ്റു പല കോളേജുകളുണ്ടായിരുന്നു, ഞാൻ പഠിച്ച കോളേജ് വരെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അത് നമ്മളൊക്കെ എന്ന് ലീഡർഷിപ്പ് ഉണ്ടായ സമയത്ത് നമ്മളത് കണ്ടെടുത്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ഒരു ബഹുമാനിക്കുന്ന റിയാസൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ജില്ലാ ലീഡർഷിപ്പിൽ, ബിമലേട്ടൻ വരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവരെ സീരിയസ് ആണ്. ഞാൻ അന്നേ മാതൃഭൂമി ദേശാഭിമാനിയൊക്കെ ചെയ്ത് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, അവരത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, അത് ഭീകരമായിട്ടുണ്ട്. കോഴിക്കോട് ആർട്സ് കോളേജിലുണ്ടായിരുന്നു, ഇത്ര പോളിടെക്നിക്കലുണ്ടായിരുന്നു. ഇവിടെ എന്താണ് അയ്യപ്പാസ് കോളേജല്ലേ ഇവിടെ ഉള്ള ചെങ്ങന്നൂരുള്ള ആ കോളേജ്, പമ്പയിൽ 3 വിദ്യാർത്ഥികൾ ചാടി മരിച്ചത് നിങ്ങൾക്ക് ഓർമ്മല്ലേ, നായനാട് സമയം. ഇതൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. അത് പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അതൊന്നും ഓപ്പണായിട്ട് ആരും ന്യായീകരിച്ചിരുന്നില്ല. ഇപ്പം ന്യായീകരിക്കുന്ന പിണറായി വിജയൻ അന്ന് പറഞ്ഞ അദ്ദേഹം കണ്ട കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കാര്യമല്ല, ഞാൻ അടിക്കുന്നതല്ല കണ്ടത്, ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പോലും പറയുണ്ടായി. ഏതായാലും CPM മാറിയിട്ടുണ്ട്. പക്ഷേ ഇനി അവർ മാറ്റേണ്ട ഈ ഗുണ്ടായുസമാണ്. നിങ്ങൾ മറ്റുള്ളവരെ അഭിപ്രായ സ്വാതന്ത്ര്യം, നിങ്ങൾ മോഡിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുമ്പോൾ ആളുകൾ കോമഡി, അതാണ് ഏറ്റവും കൂടുതൽ ട്രോൾ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ഈ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതുപോലെ BJP അതിൻ്റെ അടിത്തറ കുറച്ചുകൂടെ ശക്തമായിട്ട് കേരളത്തിൽ പണിയും, CPM കാലത്തിനനുസരിച്ച് അതിൻ്റെ മുഖം മാറ്റും, കോൺഗ്രസ് അതിൻ്റെ പതനം പൂർണ്ണമാക്കും. K ഫാമിലി അതെനിക്കൊരു വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം മുരളീധരൻ ഭേദപ്പെട്ട നേതാവാണ്, പക്ഷേ മുരളീധരൻ ഇവിടെ കൊണ്ടുവച്ച് അവർ ബലി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എന്തായാലും പത്തനംതിട്ട മണ്ഡലത്തിൽ ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3 പേരും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ നേരിയ എഡ്ജ് തോമസ് ഐസക്കിന് അവിടെ അവകാശപ്പെടാൻ സാധിക്കുമെന്ന് ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാൻ നമുക്ക് ഇനിയുള്ള ആഴ്ചകളിൽ അവിടെ ഏത് തരത്തിലുള്ള അടിയൊഴുക്കുകളാണ് നടക്കാൻ പോകുന്നത്, പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ മുന്നണികളും എന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരൂപകൻ, അതിനോടൊപ്പം തന്നെ കേരള മുതി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി, ഇരുവർക്കും നന്ദി. വോട്ടേഴ്സ് ചോയ്സ് 2024 ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.